അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ആയത്താണ് നമ്മൾ ഇനി വിശദീകരിക്കുന്നത്. 3-ാമത്തെ ആയത്താണ് നമ്മൾ ഇനി വിശദീകരിക്കുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മുത്തഖീങ്ങൾ എന്നതിനെ കുറിച്ചുള്ള വിശേഷനാണ് പറയുന്നത്. പക്ഷേ മുമ്പത്തെ ആയത്തിൽ മുത്തഖീങ്ങൾക്ക് ഇതിൽ മാർഗദർശനമുണ്ട് എന്ന് പറയാൻ, തഖ്വ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാർഗദർശനമുണ്ട്. അങ്ങനെ തഖ്വയിൽ അവർ എത്തിയാൽ ആരായിരിക്കും മുത്തഖീങ്ങൾ എന്നത് ആണ് ശേഷമുള്ള ആയത്തിൽ പറയുന്നത്. അല്ലദീന ഒരു വിഭാഗമാണ് യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നവരാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുക? അത് കരുതുക. നാവ് കൊണ്ട് എന്ത് ചെയ്യുക? ആ വിഷയം എന്ത് ചെയ്യുക? പ്രഖ്യാപിക്കുക. അവയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? അത് പ്രവർത്തിക്കുക. ഇതാണ് ശരിക്കും ഇത് ഈമാൻ എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ നിയമങ്ങൾ, ബാഹ്യമായ ആ നിയമങ്ങൾ കൊണ്ട് വിധേയമായി കീഴ്പ്പെട്ട് അനുസരിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി നിൽക്കുക. ഇതാണ് ഏത്? ഇസ്ലാം. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? അതെന്താണ്? നാവ് കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഒരു വിധേയത്വം അവിടെ ഉണ്ട്. അവിടെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ എന്താണ്? ബാഹ്യമായി നമുക്ക് ശരീരം, ആ മനുഷ്യന്റെ അള്ളാഹുവിന്റെ അടിമയുടെ ഒരു വിധേയത്വമാണ്. അപ്പൊ ഇസ്ലാം കാണൽ ബാഹ്യമായിട്ടാണ്. ഈമാൻ കാണൽ എവിടെയാണ്? ബാത്തിനായിട്ട്. അതാണ് ഇസ്ലാം ഈമാൻ തമ്മിലുള്ള എന്ത് പ്രത്യക്ഷമായ ഒരു എന്തുണ്ട്? ഒരു വ്യത്യാസം. അപ്പോ മുഅ്മിൻ തീർച്ചയായിട്ടും ആരായിരിക്കും? മുസ്ലിമായിരിക്കും. മുസ്ലിം നിർബന്ധമായും ആരാകണമെന്നില്ല, മുഅ്മിൻ ആകണമെന്ന് ഇല്ല. കാരണം മുനാഫിക്കുകളും ഇല്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നു അല്ലേ? നിസ്കാരത്തിൽ വന്നിരുന്നു. സുബീഖൊക്കെ ചിലപ്പോ മുന്നിൽ സഫിലൊക്കെ ഉണ്ടായിരുന്നു. യുദ്ധത്തിന് വരെ പങ്കെടുത്തിരുന്നു. പക്ഷെ അവരാരായിരുന്നില്ല? മുഅ്മിനായില്ല. വാഹിറായിട്ട് അവരാരാണ്? മുസ്ലിമായിരുന്നു. അപ്പോ ഞാൻ പറയുന്ന മുമ്പത്തെ ഒരു സംഭവം ഞാൻ ഓർമ്മയിലേക്ക് ക്ഷണിക്കുകയാണ്. മഹാനായ ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ അതുവരെ ഇസ്ലാമിനെതിരെ പോരാടിയ, ശത്രുത കാണിച്ച വ്യക്തിയെ ഒരു അവസരത്തിൽ ഉസാമ ബിൻ റളിയല്ലാഹുവിന് കിട്ടിയപ്പോ ഉസാമ റളിയല്ലാഹു അദ്ദേഹത്തെ കിട്ടിയ ചാൻസ് മുതലാക്കി വെട്ടി. അപ്പോ വെട്ടാൻ നേരത്തെ മൂപ്പര് പറഞ്ഞു, ആ വ്യക്തി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷെ ഉസാമ റളിയല്ലാഹു എന്ത് വിചാരിച്ച്? അതിപ്പോ രക്ഷപ്പെടാൻ അടവാണ് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത്? ആളെ വെട്ടി വധിച്ചു. ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു വ്യക്തിയെ ഉസാമ നീ കൊന്നോ? ഉസാമ പറഞ്ഞു, അത് ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നീ അദ്ദേഹത്തിന്റെ ഹൃദയം കീറി നോക്കിക്കണോ? റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു. ഉസാമ പറയണേ, ഈ സംഭവത്തിന് ശേഷം മുസ്ലിം ആയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാണ്. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് വേണ്ടി വന്നില്ലേ? റസൂൽ എന്നോട് ഇങ്ങനെ ചോദിച്ചില്ലേ, ഇതിന്റെ ശേഷം ഇസ്ലാം സ്വീകരിച്ചാൽ മതിയായിരുന്നു, ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ലാഹിറായിട്ട് മുസ്ലിമാണ്, ബാത്തിനിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അയാൾ ആരാണ്? മുഅ്മിനുമാണ്. അപ്പൊ മുഅ്മിൻ ഓട്ടോമാറ്റിക്കലി ആരാവും? മുഅ്മിനാവും. മുസ്ലിം ഓട്ടോമാറ്റിക്കലി എന്താവണമെന്നില്ല, മുഅ്മിനാകണമെന്നില്ല. കാരണം ബാത്തിനായിട്ട് വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും, ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബാഹ്യാവയങ്ങൾ ലാഹിറായിട്ട് ശരീരം അള്ളാഹുവിന് വിധേയമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉണ്ടോ? ഇല്ല.
അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഒയ്ബി. ഒയ്ബ് എന്നാണ്. ഒയ്ബ് എന്ന് പറഞ്ഞാൽ ശരിക്കും മസ്തറാണ്, അദൃശ്യം എന്നേ ഉള്ളൂ. അദൃശ്യം കൊണ്ട് വിശ്വസിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ കാര്യങ്ങളാണ്. ഓയിബ് കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോ അദൃശ്യമായത് എന്നാണ് അതിന്റെ അർത്ഥം. അദൃശ്യം കൊണ്ട് വിശ്വസിക്കാൻ, അദൃശ്യം എന്ന് പറഞ്ഞാൽ ആ ക്രിയയാണ്. ആ ക്രിയ കൊണ്ട് ഏത് ഉദ്ദേശിക്കും? ആ ഇസ്മ ഉദ്ദേശിക്കും. അപ്പൊ അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് ആര്? മുത്തഖീങ്ങൾ. അദൃശ്യമായ കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തൊക്കെയായിരിക്കാം അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, പിന്നെ അവന്റെ ഗ്രന്ഥത്തിൽ കുറെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? ആരാ നമ്മൾ കണ്ടിട്ടുള്ളത്? ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ അതിൽ പരാമർശിച്ചുകൊണ്ട് വിശ്വസിക്കുക. മുർസലീങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? 1.25 ലക്ഷം അമ്പിയാക്കളുണ്ട്, മുർസലീങ്ങളുണ്ട് എന്നുള്ള അമ്പിയാക്കളുണ്ട്. അതൊക്കെ 313 മുർസലീങ്ങളുണ്ട് ഒക്കെ ഉണ്ട്. ഖുറാനിൽ 25 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാരെ കൂടുതൽ പറഞ്ഞിട്ടുള്ളൂ. പേര് പരാമർശിച്ചവരെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ്? വിശ്വസിക്കണം. അതുപോലെ തന്നെ അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക, നരകം കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കണ്ടുമുട്ടുന്ന വിഷയം വിശ്വസിക്കുക, മരണശേഷം പുനർജന്മണ്ടെന്ന് വിശ്വസിക്കുക. ഇതൊക്കെ വഴിമ്പാണ്. അത് ആ നിലക്കുള്ള ഒരു വഴിപായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഈ ആയത്തിൽ പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട്. ഒന്ന് യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ പ്രത്യക്ഷമായി മനസ്സിലാക്കുന്ന ഈ അർത്ഥം തന്നെ അതിലുണ്ട്. അല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ വലിയ കുറെ വിഷയം നമുക്ക് തെളിവില്ലാതെയും വിശ്വസിക്കേണ്ടി വരും. ഒയ്ബിന്റെ താക്കോൽ അള്ളാഹുവിന്റെ അടുത്താണ്. അത് അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. അപ്പൊ അള്ളാഹു തആല കുറെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ വിശ്വസിക്കാനേ പറ്റുള്ളൂ. അതിന് തെളിവ് നോക്കേണ്ട ആവശ്യം ആർക്കില്ല? മുഅ്മിനില്ല. അതിന് തെളിവ് നോക്കി അതിന്റെ ഹിക്മത്ത് നോക്കി പോകേണ്ട ബാധ്യത നമുക്കില്ല. അതങ്ങനെ തന്നെ വിശ്വസിക്കാന്നുള്ളതാണ്. പിന്നെ ചിലത് തെളിവുകൾ കൊണ്ട് കിട്ടും. ഇപ്പൊ സൃഷ്ടാവിനെ കുറിച്ച് നമുക്ക് തെളിവുകൾ നോക്കി എടുക്കാൻ കിട്ടും. പ്രപഞ്ചം നോക്കിയാൽ കിട്ടും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പ്രവാചകന്മാരെ കുറിച്ച് പഠനം നടത്തിയാൽ കിട്ടും. അത് ഒഴിവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തെളിവുകളിലൂടെ എന്ത് ചെയ്യും? അത് ആവാഹിച്ചെടുക്കാൻ കഴിയും. അങ്ങനത്തെ ഒഴിവുണ്ട്. തീരെ തെളിവ് കിട്ടാത്ത ഒഴിവുകളുണ്ട്. അതും വിശ്വസിക്കലാരും ഈമാന്റെ ഏതാണ് ഈമാന്റെ ഭാഗമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സമീപത്ത് ഒരിക്കൽ ചില മഹാനവറുകൾ ചേർത്ത് ചില അനുയായികൾ വന്നിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസികളായതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെക്കാളും ഈമാനികമായി വളരെ മുൻപന്തിയിലാണ്. നിങ്ങൾ റസൂലുള്ളാഹിനെ ഡയറക്റ്റ് കണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെക്കാളും നബിയുമായിട്ട് എന്തുണ്ട്? വിശ്വാസത്തിന്റെ കാര്യങ്ങൾ ഉഷാറായി നല്ല പെർഫെക്റ്റ് ആയവരാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മജ്ലിസിലിരിക്കുമ്പോ ആ സാസിൽപ്പെട്ട 1-2 ആളുകൾ പറഞ്ഞു. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ് ഓതി കൊടുത്ത്. എന്നിട്ട് പറഞ്ഞു എന്ത്? അല്ലദീന, അതല്ല, ഇതിനേക്കാൾ അഫ്ളല ഈമാനുള്ളവരുണ്ട് എന്ന്. കാരണം ഞങ്ങൾ നബിയെ കണ്ടിട്ട് നബിയെ കാണാതെ നബിയെ കണ്ട പോലെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവര് അഫ്ളലും ഈമാൻ, അവരേറ്റവും ഈമാൻ ശ്രേഷ്ഠമാണ്. കാരണം പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഓതി കൊടുത്ത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഒരു ഗൈബായിട്ടാണ്. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരെന്താണ്? അവര് ഞങ്ങളെക്കാൾ വിശ്വാസത്തിൽ ശ്രേഷ്ഠരാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഒരു സഹാബി ഉണ്ടായിരുന്നു, അലി ജുമ എന്നാണ് ആ സഹാബിയുടെ പേര്. അലി ജുമ അല്ല, അബി ജുമ എന്ന് പറയും. മിസ്ർ യുദ്ധത്തില്, മിസ്ർ ഫത്ഹാക്കുന്ന യുദ്ധത്തില് നല്ലൊരു പ്രാധാന്യം വഹിച്ച ഒരു സഹാബിയാണ് അബി ജുമ. കൂടുതൽ അദ്ദേഹത്തിന്റെ ചരിത്രം അറിയപ്പെടുന്നില്ല. അദ്ദേഹം പറയുണ്ടായി, അബി ജുമയെ പറ്റി പറയണെങ്കിൽ ഇങ്ങനെ ഈ ചരിത്രത്തിൽ ഒരു സംഭവം കാണാം.
അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ രാവിലെ, അതായത് ചരിത്രത്തിൽ അപൂർവം റോള് വഹിച്ച ആളാണ്. രാവിലെ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുകയും വൈകുന്നേരം ഇസ്ലാമിന് അനുകൂലമായി യുദ്ധം ചെയ്യുകയും ചെയ്ത സഹാബിയാണ് അബീ ജുമ. രാവിലെ ശത്രുവശത്ത് നിന്ന് ഇങ്ങോട്ട് റസൂലുള്ളാഹിക്കെതിരെ യുദ്ധം ചെയ്തു. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടി. ലാസ്റ്റ് ഇപ്പുറത്ത് വന്നിട്ട് ശത്രുക്കെതിരെ ചെയ്തു. റസൂലുള്ളാഹിയുടെ കൂടെ അങ്ങോട്ട് യുദ്ധം ചെയ്തതാണ്. യുദ്ധം ഏതാണെന്ന് നോക്കിയിട്ട് കണ്ടില്ല. അബീ ജുമ അങ്ങനെ പറയുന്നുണ്ട്, ചരിത്രത്തിൽ അബീ ജുമ പറയണം. അങ്ങനെ യുദ്ധം നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് നോക്കാം. ഞാൻ അങ്ങനെ യുദ്ധം ചെയ്തിട്ടുള്ളത്, രാവിലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, വൈകുന്നേരം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ആര് പറയുന്നുണ്ട്? അബീ ജുമ പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 4-5 പേരുകൾ പറയുന്നുണ്ട്. ഈ അബീ ജുമ മിസ്ർ ഫതഹായ സമയത്ത്, മിസ്ർ യുദ്ധത്തിൽ നല്ല മിസ്റിന്റെ ഫതഹിൽ നല്ല റോള് വഹിച്ച ആളാണ് അബീ ജുമ. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അബീ ജുമയെ ആളുകൾ വളഞ്ഞു. പോകാൻ നേരത്തെ യാത്രയാക്കണം. അപ്പൊ അബീ ജുമ പറഞ്ഞു, ഏതായാലും നിങ്ങളുടെ ഒപ്പം കൂടിയതല്ലേ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം, അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ നാട്ടുകാർ പറഞ്ഞു, ആയിക്കോട്ടെ അബീ ജുമ, എന്താണ് ആ സമ്മാനം? ബൈത്തുൽ മുഖദ്ദിസിലാണ് പറയുന്നത്. ആ സമയത്ത് അബീ ജുമ പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ പ്രമുഖരായ പല ആളുകളുണ്ടായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ റസൂലുള്ളാഹിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? അദ്ദേഹം പറയാണ്, മൻ ഖൗമൻ അഅ്ളമു മിന്നാ അജ്റൻ. നബിയെ, ഞങ്ങളെക്കാൾ കൂലിയിട്ടുന്ന ആൾക്കാരാണ്. അതാണ് ചോദ്യം. ആലോചിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ സഹാബിയായി അവിടെ എപ്പോഴും പറയാനുള്ളത്, നമുക്ക് റസൂലുള്ളാഹിനൊപ്പം നടന്ന എത്ര നന്നായിരുന്നു, സഹാബിയായ എത്ര നന്നായിരുന്നു. സഹാബി ആയോക്കണം, അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ആയോക്കണം. അപ്പോഴാണ് ഏത് ടീമിൽ നമ്മളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാ പറയാൻ പറ്റുക. ഏതൊരു അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്ക് ഏറ്റവും ഉചിതമായ സമയത്തിന് നമ്മൾ ആക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി അന്ന് സഹാബികൾ ചോദിച്ചു, ഞങ്ങൾ ചോദ്യം ചോദിച്ചു, മൻ അഅ്ളമു മിന്നാ അജ്റൻ, ഞങ്ങളിൽ ഏറ്റവും കൂലിയുള്ള ആൾക്കാർ ആരാണ്? ഞങ്ങളെക്കാൾ കൂലിയുള്ള ആൾക്കാരാണ് ഞങ്ങളാണ്. നിങ്ങളെ നബിയെ ഞങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങളെ കൂടെ ഒപ്പം നിന്നിരുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ കൂലിയുള്ള ആൾക്കാർ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടെ എന്നെ? കാരണം നിങ്ങൾ ഫുൾ ടൈം നിങ്ങൾ വിശ്വാസം ക്ലിയറായി നിങ്ങളുടെ മുമ്പിൽ ആരുണ്ട്? എന്ത് ചോദിച്ചാലും മറുപടി നിങ്ങളൊപ്പം ആരുണ്ട്? ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ബൽ ഖൗമൻ ബഅദകും യഅതിഹിം കിതാബും മിൻ ബൈനി ലൗഹൈനി യുഅ്മിനൂന ബിഹി വയഅമലൂന ബിമാ ഫീഹി. പക്ഷെ ശേഷം ഒരു സമൂഹം വരുന്നുണ്ട്, അവർക്ക് ഞാനില്ല, ഒന്നുമില്ല, 2 പലകകളുള്ളൂ, പലകൾക്കിടയിലുള്ള കുറച്ച് രേഖകളാണ്, അത് വിശ്വസിച്ചിട്ട് അതിനനുസരിച്ച് പണിയെടുക്കുന്നവരുണ്ട്. അത് പിന്നീട് വരാണ്ട് അവിടെ സമൂഹം. ഉലൈക മിൻകും അഅ്ളമു മിൻകും അജ്റ, അവർക്ക് നിങ്ങളെക്കാളും കൂലിയുണ്ട്. കാരണം അവരുടെ വിശ്വാസത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ വിശ്വസിക്കും. അപ്പൊ ഏത് കാലത്തെ നൂറ്റാണ്ടിലും അള്ളാഹുവിന്റെ അടിമക്ക് വളരാനുള്ള ഏതുണ്ട്? അവസരമുണ്ട്. അതിന് കാലഘട്ടം പ്രശസ്തമല്ല എന്ന് മനസ്സിലാക്കുക. ഏത് കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? എന്റെ ഉമ്മത്ത് മഴത്തുള്ളി പോലെയാണ് എന്നാണ്. മഴത്തുള്ളിയുടെ പ്രത്യേകത എന്താണ്? മഴത്തുള്ളിയുടെ പ്രത്യേകത എന്താ? ഏത് തുള്ളിയിലാണ് ബർക്കത്ത് എന്ന് പറയാൻ പറ്റില്ല എന്ന്. മഴത്തുള്ളി ആദ്യത്തെ തുള്ളിയിലാകാം, അവസാനത്തെ തുള്ളിയിലാകാം. അപ്പൊ അവസാനത്തെ തുള്ളികളാകാൻ നമ്മൾ, അപ്പൊ അതിൽ ഏതുണ്ടാകാം? ബർക്കത്തുണ്ടാകാം. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. ഒരു സംഭവം കൂടി കാണാം. മഹാനായ അംർ ഇബ്നു ശുഐബ് അദ്ദേഹത്തിന്റെ പിതാമഹനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. അതിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പല പ്രാവശ്യം സഹാബികൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പല ഘട്ടത്തിൽ സഹാബികൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യമൊക്കെ അവർ ചോദിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആ ഉത്തരം നമുക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നത്. അവർ ചോദിച്ചത് ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷെ ഉത്തരം ആർക്കാ കിട്ടിക്കണേ? നമുക്ക് അനുകൂലമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സഹാബി എന്നിട്ട് ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ ഖൽഖി അഅ്ജബു ഇലൈക്കും ഈമാനൻ, നബിയെ നിങ്ങളുടെ അടുക്കൽ ഏറ്റവും സന്തോഷം കിട്ടുന്ന
അത്ഭുതപ്പെടുത്തുന്ന, നിങ്ങളിലേക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഈമാന്റെ അഹലുകാർ സൃഷ്ടികളിൽ ആരാണ്? അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും അത്ഭുതകരമായ ഈമാന്റെ ആൾക്കാർ ആരാണ് എന്ന് റസൂലാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? മനുഷ്യന്മാരെ മാത്രമല്ല പറഞ്ഞത്, വിശ്വസിച്ചു അള്ളാഹിനെ വിശ്വസിക്കുന്ന പടപ്പുകളിൽ സൃഷ്ടികളിൽ ഏറ്റവും അതിശയകരമായ ഈമാൻ ആരുടേതാണ് എന്നൊരു ചോദ്യം ഒരു സഹാബി വന്നിട്ട് റസൂലാണ് ചോദിച്ചു. മനസ്സിലായോ? ഞങ്ങളാണോ എന്നല്ല സഹാബി വെച്ച്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിങ്ങളെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഈമാന്റെ ആൾക്കാരാരാണ്, ഈമാനുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോ, സോറി ഞാൻ പറഞ്ഞിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സഹാബികളുടെ കൂട്ടത്തിൽ റസൂൽ അങ്ങോട്ട് ചോദിച്ചാണ്, സഹാബികൾ ചോദിച്ചതല്ല. സഹാബികൾ മറുപടി പറയുന്നത്, സഹാബികളെ കൂട്ടത്തില് സഹാബികൾ കൂടിയിരിക്കുമ്പോൾ റസൂൽ എന്ത് ചെയ്തു? അങ്ങോട്ട് ചോദിച്ചു, അള്ളാഹിന്റെ പടപ്പുകളിൽ നിങ്ങൾക്ക് ഏറ്റവും അതിശയകരമായി തോന്നുന്ന ഈമാനുള്ള സൃഷ്ടികൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് റസൂലാണ് ചോദിച്ചപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ചോദിച്ചപ്പോ സഹാബികൾ പറഞ്ഞു, നമുക്കെന്തായാലും ഉത്തരം തോന്നുന്നത് അള്ളാഹിന്റെ സൃഷ്ടികൾ ഏറ്റവും അതിശയകരമായ അത്ഭുതകരമായ ഈമാന്റെ ആൾക്കാരായിട്ട് നമുക്കെന്താ തോന്നുന്നത്? നമുക്ക് അതിപ്പോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ പറയാണ് അത്ര ആള് അതിലൊരു ഉത്തരം തന്നെയാണ്, അതിലുണ്ട്, ഉത്തരത്തിലുണ്ട്. അപ്പൊ സഹാബികൾ പറഞ്ഞു, സഹാബികൾ സംശയമില്ലാതെ പറഞ്ഞു മലക്കുകൾ. കാരണം ഭയങ്കര അത്ഭുതകരമായ ഈമാനാണ് എന്നാണ് സഹാബികൾ കണ്ടെത്തിയത്. കാരണം എന്താണ്? മലക്കുകളെ ഫുള്ള് അള്ളാനെ അങ്ങനെ ഉറച്ചു വിശ്വസിക്കണം, യാതൊരു ചാഞ്ചല്യവും ഇല്ല. ഞാൻ പറയലില്ലേ, നമ്മളെപ്പോഴും പറയാറില്ലേ, സുജൂദിൽ സൃഷ്ടിക്കപ്പെട്ട, സുജൂദിൽ കിടന്ന മലക്ക് ഖിയാമത്ത് നാൾ വരെ എവിടാണ്? സുജൂദിലാണ്. എന്നിട്ട് സുജൂദിന് പൊന്തിയിട്ട് എന്താ പറഞ്ഞു? പഠിച്ചോനെ വേണ്ട രൂപത്തിൽ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? ആ മലക്ക് പറയുന്നത്. അപ്പൊ സഹാബികളൊക്കെ മനസ്സിലാക്കിയ സഹാബികൾ മലക്കുകളാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, ഒമാലഹും ലാ യുഅ്മിനൂന വഹും ഇൻദ റബ്ബിഹിം, മലക്കുകൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? അവർ ഫുൾ ടൈം പഠിച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടിയെ ഖണ്ഡിച്ചു. അപ്പൊ പിന്നെ സഹാബികൾ പറഞ്ഞു, അന്നബിയൂൻ, എന്നാ പിന്നെ നബിമാരായിരിക്കും, കാരണം നബിമാര് നല്ല ഉറച്ച വിശ്വാസികളാണല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയും ഖണ്ഡിച്ചു. ഒമാലഹും ലാ യുഅ്മിനൂന വൽ വഹ്യു യൻസുലു അലൈഹിം, അവർക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ? കാരണം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഏത് വരെയാണ്? വഹി വരെയാണ്. പിന്നെ വിശ്വസിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അവർക്കില്ലല്ലോ, കാരണം ഡയറക്റ്റ് ആയിട്ട് അവർ അനുഭവിക്കണം. വഹി വരെയാണ്, ജിബ്രീലിനെ നേരിട്ട് കാണുകയാണ്. പിന്നെ എന്തുകൊണ്ട് അവർക്ക് വിശ്വസിച്ചൂടാ? അപ്പൊ അതുമല്ല ഉത്തരം എന്ന് പറയുന്നു. അപ്പൊ സാഹിബ് പറഞ്ഞു, ഫനഹനു, എന്നാ പിന്നെ ഞങ്ങളാണ്. അത് കൂടിയ സാഹിബികൾ, എന്നാ പിന്നെ ഞങ്ങളായിരിക്കും, കാരണം ഞങ്ങള് അതൊന്നുമില്ലല്ലോ, വഴിയൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിക്കൂല? നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിക്കൂല? ഞങ്ങളുടെ അടിയിൽ ഫുൾ ടൈം ആരുണ്ട്? ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഇന്ന അഅ്ജബൽ ഖൽഖി ഇലയ്യ ഈമാനൻ ലഖൗമുൻ, നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും അത്ഭുതകരമായ ഒരു ഈമാനുള്ള ആളുകൾ ആരാന്നറിയുമോ? സൃഷ്ടികളിൽ ആരാന്നറിയുമോ? അതൊരു ജനതയാണ്. യകൂലു മിൻ ബഅദിക്കും, അവർ നിങ്ങൾക്ക് ശേഷം വരും. യജിദൂന സുഹ്ഫൻ, അവർക്ക് എന്തുണ്ടാവുള്ളൂ? വെറും ഏടുകൾ ഉണ്ടാവും. ഫിഹാ കിതാബുൻ, ആ ഏടുകളിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥമുണ്ടാവും. യുഅ്മിനൂന ബിമാ ഫിഹാ, അതുകൊണ്ട് അവർ വിശ്വസിക്കും. അപ്പൊ അവരെന്താണ്? ആരെയും കണ്ടിട്ടില്ല, കയ്യിൽ കിട്ടിയ പ്രമാണം കൊണ്ട് മാത്രം മനസ്സിലാക്കി ഇതിന്റെ പിന്നിൽ എന്തുണ്ട്? യാഥാർത്ഥ്യമുണ്ട് എന്ന ബോധത്തിൽ ഹൃദയം കൊണ്ട്, കൽബ് കൊണ്ട് ഒരു അംഗീകരിച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് അദൃശ്യമായ വിശ്വസിക്കുന്നത്. ചില മുഫസ്സിരീങ്ങൾ യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽബ് കൊണ്ട് വിശ്വസിക്കുക എന്നും കൂടി പറയുന്നത്. ഗൈബ് എന്ന സംഗതി നാവ് കൊണ്ട് മാത്രം പോരാ, ഗൈബിന് ഏത് കൊടുത്തിട്ടുണ്ട്? കൽബ് എന്ന് കൊടുത്തിട്ടുണ്ട്. കൽബ് പറഞ്ഞാൽ എന്താ? കോഫാണ്, കാഫല്ല, രണ്ടോ ആണോടും മാറും. കോഫാവുമ്പോ എന്താണ്? കൽബ് പറഞ്ഞാൽ എന്തോ കൽബ് അറിയില്ലേ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ വിശ്വസിക്കാനുള്ള ഒഴിപ്പാണ്, മറഞ്ഞു കിടക്കാണ്. അവിടെ ആർക്കും അറിയില്ല വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ലാതെ ആർക്കും അറിയില്ല. ഞാൻ മുഅ്മിനാണോ എന്ന് അറിയണമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, നാവ് കൊണ്ട് വിശ്വസിച്ചാൽ പോരാ.
എന്ന് വിശ്വസിച്ചവരുണ്ട്. മുനാഫിക്കുകൾ നാവ് കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അവരെന്ത് ചെയ്യും? അവിടെ മുനാഫിക്കുകളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഒഴിപ്പ് കൊണ്ട് വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ എന്താണ്? അവരിവിടുന്ന് മറഞ്ഞാലും അവർക്ക് എന്തുണ്ട്? വിശ്വാസമുണ്ട്. മുഅ്മിനീങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ വന്നിരിക്കും. പക്ഷെ ഒഴിബായാലും, ഒഴിബായെന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറി നിന്ന് മറഞ്ഞു പോയാലും അവർക്ക് ആരെ വിശ്വാസം ഉണ്ടായിരുന്നു? ദീനില്. മുനാഫിക്കുകളാണെങ്കിലോ ഒഴിബില്ല. ഒഴിബായി കഴിഞ്ഞാൽ അവരാരാണ്? വിശ്വാസം ഉണ്ടോ? ഇല്ലായിരുന്നു. ഇതെല്ലാം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നതാണ്. ഒരു സംഭവം കൂടി ഇതിൽ മഹാന്മാർ പറഞ്ഞ കാണാം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലൈക ഖൗമുൻ യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാം. എപ്പോഴായിരുന്നു? ഖിബല മാറ്റത്തിന്റെ സമയത്തിൽ. നോക്കൂ, ഖിബല മാറ്റം ഉണ്ടായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റിപ്പോർട്ടിൽ അസറാണോ ലോഹറാണോ എന്നൊരു സംശയമുണ്ട് റാവിക്ക്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വന്ന ഒരു സഹാബി മസ്ജിദുൽ ഖിബലത്തിൽ എത്തിയ സമയത്ത് അവിടെ ലോഹർ നിസ്കരിക്കായിരുന്നു. അപ്പൊ നിസ്കാരം നടക്കുന്ന സമയത്ത് സഹാബി പറഞ്ഞു, ഖിബല മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പുറത്തുനിന്ന്. അപ്പൊ എന്ത് ചെയ്തു? അതുവരെ ബൈത്തുൽ മുഖദ്ദസ് തിരിഞ്ഞ അവര് നേരെ തിരിഞ്ഞിട്ട് എവിടേക്ക് മാറി? കഅബത്തിലേക്ക് മാറി. എല്ലാരും കൂടി ആകെ കൺഫ്യൂഷൻ ആയിട്ട് അല്ലെ? നമ്മുടെ നിസ്കാരത്തിനിടെ എന്ത് സംഭവിച്ചു എന്ത് പറഞ്ഞാൽ അവരെന്താവും? നിർത്തി വെച്ചിട്ട് അയച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. അവര് ജമാഅത്താണ് നടക്കുന്നത്. ഒരു ജമാഅത്താണ്. ആ ജമാഅത്ത് നേരെ എല്ലാരും എന്ത് ചെയ്ത് നേരെ ദിശ മാറി നിന്നു, നിസ്കരിച്ചു. നിസ്കാരം പോലും പാത്തിലാക്കാതെ അവർ പൂർത്തീകരിച്ച് രണ്ടരക്കത്ത് നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിച്ച സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഖൗമുൻ യുഅ്മിനൂന ബിൽ ഗൈബ്. അതാണ് ഗൈബ് കൊണ്ടുള്ള വിശ്വാസം. ആ ഒരു ജനതയാണെന്ന്. അപ്പൊ ഗൈബ് കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് എന്താണ്? ഈമാന്റെ വലിയൊരു ഭാഗമാണ്. സൂഫിയാക്കളായ ആളുകൾ പിന്നെയും ഇതിലെ കുറെ കാര്യങ്ങൾ അതിലേക്ക് വിശദീകരിച്ച് കാണാൻ കഴിയും. അപ്പോ അവിടെ പിന്നെ അള്ളാഹുവിന്റെ നൂറ്, അള്ളാഹുവിനുള്ള ഹൃദയത്തിൽ അവർക്കുള്ള നൂറ്, അതുകൊണ്ട് അതിലൂടെ മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ച് അള്ളാഹുവിലേക്ക് പോകുന്ന ആളുകൾ എന്നും പറഞ്ഞ് കാണാൻ പല വ്യാഖ്യാനങ്ങളുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അല്ലദീന അവർ ഒരു വിഭാഗം ആളുകളാണ്. യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നുണ്ട്. ബിൽ ഗൈബി ഏതുകൊണ്ട്? അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട്. വയുഖീമൂന സ്വലാത്ത, വയുഖീമൂന സ്വലാത്ത അവരെന്ത് ചെയ്യുന്നുണ്ട്? നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതിനെ? അസ്വലാത്ത നിസ്കാരത്തിന്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പല അർത്ഥങ്ങളുണ്ട്. സ്വലാത്ത് പറഞ്ഞാൽ എന്താ? ഭാഷയിൽ സ്വലാത്ത് പറഞ്ഞ സ്വലാത്തിന് 3 അർത്ഥം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സ്വലാത്തിന് 3 അർത്ഥങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥനയുള്ള അർത്ഥമാണ്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, നബിയുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മലക്കുകൾ അല്ലെ, മലക്കുകൾ അള്ളാഹിന്റെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണാം. അപ്പൊ പ്രാർത്ഥന വസല്ലി അലൈഹിം സൂറത്ത് തൗബയിൽ കാണാം. തൗബ ചെയ്ത 3 സഹാബികള്, മുനാഫിക്കുകൾ കുറെ ഉണ്ടായിരുന്നു, തെറ്റ് ചെയ്തിരുന്നു, യുദ്ധത്തിന് പോകാതിരുന്നു. പക്ഷെ 3 സഹാബികൾ അവര് റിയൽ ആയിരുന്നു. അവര് എന്തായിരുന്നു? അവർ ചില അലസത കൊണ്ട് അവർക്ക് യുദ്ധത്തിന് പോകാതെ വന്നു. അവർ ഭയങ്കര കുറ്റബോധമായി. നബി അവരെ ബഹിഷ്കരിച്ചു. പല സംഭവങ്ങളും കാണാൻ കഴിയും അല്ലെ. അവര് സലാം ചൊല്ലിയപ്പോൾ എന്ത് ചെയ്തില്ല? സലാം പോലും മടക്കിയില്ല, ആരും മുണ്ടിയില്ല. അവരെ ഭാര്യ വരെ അവിടുന്ന് എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് പോയി. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട 3 സഹാബികളെ കുറിച്ച് നമുക്കറിയാം. അവരോട് ലാസ്റ്റ് തൗബ സ്വീകരിച്ചപ്പോൾ അള്ളാഹു തആല, അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹു തആല എന്താ പറയുക? വസ്വല്ലി അലൈഹിം, നബിയെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ അവിടെ സ്വല്ല എന്നുള്ളത് എന്താണ്? പ്രാർത്ഥന എന്നാണ്. അതേ സമയത്ത് പിന്നെ ഖിറാഅത്തിനും സ്വലാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഖിറാഅത്തിന്, ഖുർആൻ പാരായണത്തിന് ഏത് പ്രയോഗിച്ചിട്ടുണ്ട്?
സ്വലാത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയതാണ്, വലാ തജ്ഹർ ബിസ്വലാത്തിക, നിങ്ങളുടെ സ്വലാത്ത് കൊണ്ട് നിങ്ങൾ പബ്ലിക് ആക്കണ്ട. സ്വലാത്ത് ഉദ്ദേശിക്കുന്ന അവിടെ എന്താ? സ്വലാത്ത് ഉദ്ദേശിക്കുന്ന അവിടെ കിറാത്താണ്. നിങ്ങൾ ഉറക്കം ആ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞതാണ്. നിങ്ങൾ കിറാത്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പബ്ലിക്കായ സൗണ്ട് ഉയർത്തി ചെയ്യണ്ട എന്ന് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് പിന്നെ ഏതും പറഞ്ഞിട്ടുണ്ട്, കാരുണ്യം എന്ന അർത്ഥത്തിലും സ്വലാത്തിനെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. കാരുണ്യം, കൃപ, റഹ്മത്ത് എന്ന അർത്ഥത്തിൽ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 157-ാമത്തെ ആയത്തിന് വരുന്നുണ്ട്. അതിൽ കാണാം, ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം. ആ കൂട്ടരെന്ന് പറഞ്ഞാൽ ആരാണ്? അവർക്ക് അള്ളാഹുവിന്റെ ഏതുണ്ടാവും? സ്വലവാത്ത് ഉണ്ടാവും. തന്നെ എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ, റഹ്മത്ത് അവർക്കുണ്ടാവും. അപ്പൊ 3 അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ സ്വലാത്തിനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥന, രണ്ടെന്തായിരുന്നു? ഖിറാത്ത് എന്നർത്ഥത്തിൽ, 3 കാരുണ്യം എന്നർത്ഥത്തിൽ. സത്യത്തിൽ ഇത് 3ഉം കൂടിയതാണ് ഏത്? നിസ്കാരം. അപ്പൊ സ്വലാത്ത് എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ ഇത് 3ഉണ്ട്. പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച 3ഉണ്ട്. പ്രാർത്ഥന ഉണ്ട്, ഖിറാത്തുണ്ട്, കാരുണ്യുണ്ട്. പ്രാർത്ഥനയും ഖിറാത്ത് നിസ്കാരത്തിൽ ഉള്ളതാണ്. ആ നിസ്കാരത്തിന്റെ പാട്ടായിട്ട് അടിമ നിർവഹിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ 3 ഇൻക്ലൂഡഡ് ആണ് യഥാർത്ഥത്തിൽ ഏത്? സ്വലാത്ത് എന്ന് ആ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അല്ലാഹു തആല പറയും വയഖീമുന സ്വലാത്താന്നാ, നിസ്കാരം നിലനിർത്തുക എന്നാണ്. ഇഖാമത്ത് സ്വലാത്താണ് പറഞ്ഞിട്ടുള്ളത്, പതിവാക്കുക എന്നുള്ളതാണ്. യാതൊരു ക്ഷീണമില്ലാതെ, മടിയില്ലാതെ, അതിന്റെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഇഖാമത്ത് സ്വലാത്ത് പരിശുദ്ധ ഖുർആനിൽ ഇഖാമത്ത് സ്വലാത്ത് എന്നാ പറയുന്നത്. നിസ്കാരം നിലനിർത്തുക എന്നാണ്, നിസ്കരിക്കുക എന്നല്ല പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുഖീമിനെ സ്വലാത്താണ്, മുസല്ലീന സ്വലാത്തല്ല. മുസല്ലീങ്ങൾക്ക് മുസല്ലീന എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്നവരാണ്. പക്ഷെ മുസല്ലീങ്ങളെ അള്ളാഹ്ക്ക് ആവശ്യമില്ല. മുഖീമികളാണ് ആവശ്യമുള്ളത്. മുസല്ലീങ്ങളല്ല, എങ്ങനെ നിസ്കരിക്കുന്നവരും മുസല്ലീങ്ങളാവും. മുഖീമിങ്ങളാണെങ്കിൽ അവരാരാ? ആ നിസ്കാരത്തിൽ എന്തുണ്ട്? ഇഖാമത്തുണ്ടാവും, നിലനിർത്തലുണ്ടാവും. മുസല്ലീങ്ങളെ പറഞ്ഞിടത്ത് പഠിച്ചോ എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പുറത്ത് നരക പറയുന്നത്. മുസല്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖീമികളെ പറഞ്ഞിടത്ത് ഇവിടെ പറഞ്ഞില്ല, നരക പറഞ്ഞു. അപ്പോ നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകണം. നിസ്കരിക്കുന്നവരെ മാത്രം ഇടാൻ ഏതുണ്ട്? നരകമുണ്ട്. ആ നരകത്തിൽ ആരാ ഇടണേ? നിസ്കരിച്ചവരെ മാത്രം എന്താണ് ഇടണ്. അപ്പൊ അതൊക്കെ മുസല്ലിങ്ങൾ ആവശ്യമില്ല, മുഖീമികളാണ് ആവശ്യം. ഇഖാമത്ത് സ്വലാത്ത് ആവണമെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ ആ കണ്ടീഷൻസ് നോക്കാം. ഒരാൾ ഇഖാമത്ത് സ്വലാത്തിന്റെ ആളാവോ അല്ലേ നമ്മൾ നോക്കാം. ഇഖാമത്ത് സ്വലാത്ത് അങ്ങനെ എന്താണ്? ഒന്ന്, അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ ഇഖാമത്ത് സ്വലാത്ത് ചെയ്യണം എന്നാണ്. വാഖീമുസ് സ്വലാത്ത് സൂറത്തുർ റൂമിൽ കാണാം. നിങ്ങൾ നിസ്കാരത്തിൽ ഇഖാമത്ത് വേണം. രണ്ടാമത്, അത് ഇഖാമത്ത് സ്വലാത്ത് ആണെങ്കിൽ അത് എന്നും ചെയ്യണം. എവിടെയെങ്കിലും ഒരു തരിപ്പ് കയറുമ്പോൾ 4 ദിവസം നിസ്കരിക്കുക. പിന്നെ എന്ത് ചെയ്യുക? വേറെവിടെയും കമ്പനി പോകുമ്പോൾ നിസ്കാരം ഒഴിവാക്കുക. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ 2 വയസ്സൊക്കെ വീണ്ടും എന്ത് ചെയ്യുക? പള്ളിക്ക് സജീവാകുക. പിന്നെ ആ വയസ്സ് കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ 5-6 ദിവസം വേറെവിടെയും പോവാ. ഇയാൾക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. മുഖീമിനെ സ്വലാത്തിന് വരൂല, ഇഖാമത്ത് സ്വലാത്തിന് വരൂല. കാരണം എന്താണ്? നിസ്കാരത്തിന്റെ കണ്ടീഷൻ, ഇഖാമത്തിന്റെ കണ്ടീഷൻ അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമുൻ, അവര് പതിവായി ദായിമീങ്ങളാണ്, എന്നും നിസ്കരിക്കുന്നവരാണ്. എനർജി ലോസ് ഒന്നും നടത്തില്ല, ബാധകമല്ല. ഒന്ന്. മറ്റൊന്ന്, സമയബന്ധിതമായി നിസ്കരിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയമുണ്ട്. അല്ലാതെ ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ ഇത് പേതാ നിസ്കാരം ചോദിക്കണം, അസറാൻ കൊടുക്കാൻ നേരത്തെ നിസ്കരിക്കണത്. അപ്പൊ ഞാൻ ഒരാൾ നിസ്കരിക്കുമ്പോൾ മുപ്പര് അസറാൻ കൊടുക്കാൻ നേരത്തെ നിസ്കരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അസറാൻ കൊടുത്തിട്ടില്ലല്ലോ. അല്ല, ഇത് ലോറാണ് എന്നാ പറയുന്നത്. അപ്പൊ എപ്പോഴും നിസ്കരിക്കാനുള്ളതല്ല, അല്ല അങ്ങനെയുണ്ട്. അപ്പൊ സമയത്ത് നിസ്കരിക്കുക, പിന്നെ ഭയഭക്തിയോടെ നിസ്കരിക്കുക, അതും ഇഖാമത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഖുശൂഅോടെ നിസ്കരിക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഉശുവോട് നിസ്കരിക്കുക, പിന്നെ ജമാഅത്തായി നിസ്കരിക്കുക, അതും ഇഖാമത്തിന്റെ ഭാഗമാണ്. വർക്കോമാറാക്കി റുക്കൂ ചെയ്യുന്നവരെ കൂടി നിങ്ങൾ റുക്കൂ ചെയ്യാന്ന കൂടി നിസ്കരിക്കുക, ഒറ്റക്ക് റുക്കൂ ചെയ്യണമെന്ന് പറഞ്ഞു. വർക്കോമാറാക്കി അതും ഇഖാമത്തിന്റെ ഒരു ഭാഗമായിട്ട് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. അപ്പോ പരിശുദ്ധ ഖുർആനില് ഇഖാമത്തില് എന്തുണ്ട്? ഇതെല്ലാം കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? ഇഖാമത്തുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അതാണ് ഇഖാമത്ത് സ്വലാത്തിന്റെ ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ലോകം നിസ്കാരത്തെ പല രീതിയിലാണ് സ്വീകരിച്ചത്. തീരെ തിരസ്കരിച്ചവരുണ്ട്. അതൊരു സമൂഹമായിരുന്നു. അതാണ് അവിശ്വാസികളായ മുശ്രിക്കുകളായ ആളുകൾ. രണ്ടാമത് നിസ്കാരം സ്വീകരിച്ചിരുന്നു, പക്ഷെ അതിൽ ഒരുപാട് വീഴ്ചകളും അപാകതകളും വരുത്തിയവർ അവരാണ് യഹൂദ ജൂത ക്രൈസ്തവർ. ജൂത ക്രൈസ്തവരായിരുന്നു. പിന്നെ നിസ്കരിച്ചിരുന്നു, പക്ഷെ അതെന്തില്ല, അത് തോന്നിയ നിസ്കരിച്ചിരുന്നു. അവരാണ് മുനാഫിക്കുകൾ. ഇതാ ഖാമു ഇല സലാത്ത ഖാമു കുസാല. അതേ സമയത്ത് പിന്നെ നിസ്കാരം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അതുപോലെ നിസ്കരിച്ചിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അവരാണ് ആര്? മുഅ്മിനീങ്ങളായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധരായ സഹാബികൾ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ ഇല്ലേ? അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? നബിയോട് എന്താ പറയുക? നബിയെ കുറിച്ച് എന്താ? ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസുൽ ലൈലി. രാത്രിയിലെ അധിക സമയത്തും നബി നിസ്കരിക്കായിരുന്നു എന്നാണ്. സഹാബികളും മിക്കവാറും അങ്ങനെയായിരുന്നു. രാത്രി സമയങ്ങളിലൊക്കെ നിസ്കാരത്തിന് വേണ്ടി സമയം ചെലവഴിച്ചിരുന്നു. അപ്പോ അവർ നിസ്കാരത്തിന്റെ പ്രിയ ഖദാഫിലൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം അങ്ങനെ പറഞ്ഞു. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരവാസികൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, സ്വർഗത്തിന്റെ ഫിർദൗസിന്റെ അനന്തരവാസികൾ അവരാണ്. കറക്റ്റ് നിസ്കാരം ഇഖാമത്ത് പാലിച്ചവരാണ്. ഫിർദൗസ് എന്താണ്? സ്വർഗത്തിന്റെ മധ്യമാണ്. എല്ലാവരും ആഗ്രഹിക്കപ്പെടുന്ന സംഗതിയാണ്. അവിടെ വെച്ചാണ് റബ്ബ് തആലയുടെ നിക്കാഹ് ഉണ്ടാവുക എന്നൊക്കെ ചില തഫ്സീറിൽ കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നബികളും സഹാബികളും നിസ്കാരത്തിന്റെ എന്താണ് അതിലാണ് മുഴുകുന്നവരായിരുന്നു. രാത്രി സമയം അധികം നിസ്കരിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, കുൻ നജ്മൻ ഫൈലം തസ്തദി ഫകുൻ ഖമറൻ ഫൈലം തസ്തദി ഫകുൻ ശംസൻ എന്നർത്ഥമാണ് മഹാന്മാർ പറയുന്നത്. ഒന്നിരിക്കൽ നീ നക്ഷത്രമാകണം, അല്ലെങ്കിൽ നീ ചന്ദ്രനാവണം, അല്ലെങ്കിൽ നീ സൂര്യനാവണം. നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താ? രാത്രി മുഴുവൻ കാണാൻ കഴിയും. ആരെ? നക്ഷത്രത്തിന്. ചന്ദ്രനാണെങ്കിലോ രാത്രിയുടെ ഏതെങ്കിലും പാർട്ടിലാണ് നമുക്ക് ആരെ കാണാൻ കഴിയുക? ചന്ദ്രനെ കാണാൻ കഴിയും. സൂര്യനാണെങ്കിലോ പകൽ കാണാം, ഇവിടെ കാണൂല, രാത്രി കാണൂല. നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്തായാലും അർത്ഥം, ഒന്നിരിക്കൽ രാത്രി നേരം വിളക്കോളം നിസ്കരിക്കണം, അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഭാഗത്ത് നിസ്കരിക്കണം. രാത്രി നിസ്കാരം തന്നെ അല്ലെങ്കിൽ പകൽ നിസ്കാരം നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ 5 വക്ത് നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പൊ ഇഖാമത്ത് എന്നിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരേ സംഗതികളാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ കൂടുമ്പോഴാണ് ഇഖാമത്ത് ഉണ്ടാവുക. അപ്പൊ ആ ഇഖാമത്തിന്റെ ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ തുടങ്ങുമ്പോ തന്നെ അല്ല പറയണതാണ്. അൽ-ബഖറയിൽ തുടങ്ങാൻ തന്നെ പറയാം, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമുന സ്വലാ, അവർ അദൃശ്യമായി വിശ്വസിക്കുന്നവരാണ്. വയഖീമുന സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്നവരാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു നോക്കട്ടെ, എല്ലാം നാഫിയാ ഇൽമാക്കി അല്ലാഹു തആല മാറ്റട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ.